ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? തേർഡ് പാർട്ടിയാണോ കാരണം? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസാണ് വെച്ചിട്ടുള്ളത്. ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഞാൻ ഇത്ര ദിവസം വീഡിയോസ് ഇടാഞ്ഞത് വോയിസ് റെസ്റ്റിലായിരുന്നു. തൊണ്ട കുറച്ച് പ്രോബ്ലം ആയിട്ടിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ടിട്ടാണ്. പിന്നെ നമ്മുടെ തേർഡ് ചാനലിൽ നമ്മൾ മൂന്നാമത് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളം. അതിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ അത് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കാണുക. സോ നമ്മൾ ഇന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസാണ്. ഫസ്റ്റ് പൈൽ ദ ലിമിറ്റ്ലെസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല. നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാവുന്നതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. സോ അതാണ് ഫസ്റ്റ് പയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പയൽ ചേഞ്ച് എന്ന് പറയുന്ന കാർഡാണ്. ഓക്കെ, ചേഞ്ച് ഒരു മാറ്റത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. സോ അതൊരു ഗോഡസിൻ്റെ കാർഡാണ്. സോ ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് പയലിലേക്ക് പോകാം, ലിമിറ്റ്ലെസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ഈ ലിമിറ്റ്ലെസ് എന്ന് പറയുന്ന കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത നിങ്ങൾ മേ ബി ഒരുപാട് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ട്. അത് റെഡ് ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, ബ്ലൂ ആയിക്കോട്ടെ, ഓറഞ്ച്, വൈറ്റ്, യെല്ലോ, ഓക്കെ, ബ്രൗൺ, അങ്ങനെ ഒരുപാട് കളേഴ്സ് നിങ്ങൾ കാണുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപാട് ബട്ടർഫ്ലൈസ്, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഓഫ് ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. വാട്ട്സ് യുവർ പേഴ്സൺ ഈസ് ഹൈഡിങ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്നുണ്ടോ? അതായത് അതാണ് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എ മാൻ ഹോൾഡിങ് എ ഹാർട്ടാണ്. ഒരു പുരുഷൻ ഹൃദയം ചേർത്ത് വെക്കുന്നു. മാൻ ഹോൾഡിങ് എ ഹാർട്ട്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെ മെച്ചുവേർഡായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, പെരുമാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ പണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ചെങ്ങാത്തം കൂടുകയും നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരുപാട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നും നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത്. സംസാരം കുറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ആൻഡ് കോളിംഗ് കുറഞ്ഞിട്ടുണ്ട്, ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വെക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഈ വ്യക്തി ഒരു ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ഇമോഷൻസിനെ. ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വ്യക്തിയുടെ ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ബിക്കോസ് ഈ വ്യക്തിയുടെ സ്നേഹം, നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ്, ഓക്കെ, അതുപോലെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ഇതൊക്കെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറ്റി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ പേഴ്സൺ കരയുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് മെസ്സേജസും ഒരുപാട് കോളുകളും ഈ പേഴ്സണ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരു ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ
ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള, സപ്പോർട്ടീവ് ആയിട്ടുള്ള മറുപടി ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വ്യക്തി അതിനൊന്നും ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല, മാറി മാറി പോവാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട്, വികാരങ്ങളുണ്ട്. പക്ഷെ ഈ വ്യക്തി അത് ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ഈ വ്യക്തി ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്, വളരെ അഹങ്കാരമാണ്, നിങ്ങളെ വില വെക്കുന്നില്ല. മീൻസ് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല ഈ വ്യക്തിയുടെ അവസ്ഥ. ഈ വ്യക്തി കരയാണ്, വിഷമിക്കുകയാണ്. ഈ വ്യക്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, നമുക്കത് വരുന്ന റീഡിങ്ങിൽ നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഈ ഒരു ലവ് ജേർണിയിൽ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് യിങ് യാങ് എനർജി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. തീയും വെള്ളവും തമ്മിലുള്ള ബന്ധം അതൊരു ബാലൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്കൊരു നേച്ചർ ബ്ലെസ്സിങ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ആ ഒരു ബാലൻസിങ് എനർജി. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണായിട്ട് വലിയ രീതിയിലുള്ള സെപ്പറേഷൻ ജേർണി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ, കൂടി വന്നാൽ ഒരു 2 വർഷം, അത്രയും ഒരു സെപ്പറേഷൻ മാത്രമേ നമ്മൾക്ക് ഈ ഒരു കണക്ഷനിൽ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ലവ് ജേർണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ പേഴ്സന് നിങ്ങളോടുള്ള ആത്മാർത്ഥതയും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ആത്മാർത്ഥതയുമാണ്. നിങ്ങൾ രണ്ടുപേരും ഏകദേശം കുറേ കാര്യങ്ങളിൽ സെയിം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അത് ആത്മാർത്ഥതയുടെ കാര്യത്തിലും, സ്നേഹത്തിൻ്റെ കാര്യത്തിലും, അറ്റാച്ച്മെന്റിന്റെ കാര്യത്തിലും, സത്യസന്ധതയുടെ കാര്യത്തിലും. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വ്യക്തി ഓൾ ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ്. ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളെ കുറച്ച് നാളത്തേക്ക് ഈ വ്യക്തി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു നിങ്ങളായിട്ടുള്ള ഡ്രീം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയാണോ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്നത്, സ്വപ്നം കണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിച്ചത്, അത് തീർച്ചയായിട്ടും ഈ പേഴ്സണ് തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് തിരിച്ചു പിടിക്കണം, യാഥാർത്ഥ്യത്തിലേക്ക് ആക്കണം. അത് വെറും സ്വപ്നമായി മാത്രം കളയാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അതൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഏകദേശം ആ ഒരു ആഗ്രഹവും ഉദ്ദേശവും തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ബാലൻസിങ് എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. ബട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ കരിയർ പരമായിട്ട് നീങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതൊരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ പൈസ അല്ലെങ്കിൽ ക്യാഷ് പരമായിട്ടുള്ള പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും അതിനാൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ അത് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാധ്യതകളോ അല്ലെങ്കിൽ സംതിങ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെ ഒരുപാട് സമ്പാദിക്കണം എന്നുള്ള മെന്റാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് കാണിക്കുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അതൊക്കെ ഒരു കാരണമായതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സ് ഈ വ്യക്തി മാറ്റി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിലേക്ക് ഒരു വേക്കപ്പ് കോള് ഈ വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ വ്യക്തി തിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ഈ വ്യക്തിക്ക് നല്ലോണം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പരിധിവരെ ഈ വ്യക്തി മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നത്, അല്ലാതെ നിങ്ങളോടുള്ള കുറവ് കൊണ്ടല്ല. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഹോസ്റ്റിലിറ്റീസ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന എനർജീസ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു അഗ്രസീവ് എനർജി ആയിട്ട് കാണിക്കുന്നു. മേ ബി ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ
ഭയങ്കര ക്ലാരിറ്റി ഒക്കെ ഈ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് മറുപടി തരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോറി എന്നും പറയുന്നുണ്ട്. സോറി, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതിൽ സോറി, ഞാൻ എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്, സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ മാക്സിമം സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഈ വ്യക്തിക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് അത് ഈ വ്യക്തിക്ക് വേണ്ടാന്ന് വെക്കാനോ മാറ്റി വെക്കാനോ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ലേഡിയുടെ സാന്നിധ്യം, അത് ഈ വ്യക്തിയുടെ അമ്മയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാകാം. ഇവിടെ ഒരു ലേഡിയുടെ എനർജി ഇവിടെ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ലെവലിലും നമുക്കിവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ സാധിക്കുന്നു. അത് കൂടുതലും കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കാണ് അത് കൂടുതലും റീസണേറ്റ് ആവുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ ലവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് മാരേജ്, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊരു സിറ്റുവേഷനിലായാലും നമുക്ക് ഈ ഒരു പൈസ സംബന്ധമായിട്ടുള്ള ക്യാഷ് പരമായിട്ടുള്ള പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൽ വർക്കൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണവത്താവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണമായി തീരുന്നത്? ബിക്കോസ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയുണ്ടാകും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആരുടെ കൂടെയാണ് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെനിഫിറ്റ്സ്, അതായത് നിങ്ങളുടെ പോസിറ്റിവിറ്റി, നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വാൻറ്റേജസ്, നല്ല നല്ല കാര്യങ്ങൾ, അത് ഈ പേഴ്സൺ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാകാം ഈ വ്യക്തി, എല്ലാവരുടെയും അല്ല, പക്ഷെ കുറച്ചെങ്കിലും. പക്ഷെ ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തി, ഭയങ്കരമായിട്ട് അഗ്രസീവ് നേച്ചറായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ മേ ബി ഒരു പരിധി വരെ അഡ്ജസ്റ്റബിൾ ആയിരിക്കാം, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ബട്ട് സ്റ്റിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട്. ഓർക്കുന്നത് മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് കാരണം തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അത് അധികമായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് ഈ തേർഡ് പാർട്ടി കാരണമാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് വന്നാലും നമുക്കത് നല്ലതായിട്ട് ഉപകരിക്കും. സോ ആ ഒരു ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കേസ് എടുക്കാം. കാരണം തേർഡ് പാർട്ടി വന്നത് നിങ്ങളെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഒരു പരിധി വരെ വേദനിപ്പിച്ചു എങ്കിൽ പോലും ഈ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം മൂല്യമേറിയതായിരുന്നു എന്നറിയാനായിട്ട് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി വരേണ്ടി വന്നു, തേർഡ് പാർട്ടി ആയിട്ട് കൂട്ടുകൂടേണ്ടി വന്നു. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സൺ അത് പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രസൻസ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾ ഓടിപ്പോയി അങ്ങോട്ട് മെസ്സേജ് ചെയ്യരുത്, നിങ്ങളുടെ വാല്യൂ കളയരുത്. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ ഇപ്പം എന്താണെന്നുള്ളത്. സോ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദ സ്റ്റോം വാർമിംഗ് റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു കാർഡ് നമ്മൾക്ക് റിവേഴ്സ് എനർജിയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ പേഴ്സൺ ആ ഒരു ദേഷ്യപ്പെട്ട, നമുക്ക് തുടക്കം മുതലേ ദേഷ്യപ്പെടുന്ന ഒരു എനർജിയിലാണ് തുടങ്ങിയതെങ്കിൽ പോലും ഇപ്പൊ പ്രസന്റ് എനർജിയിൽ എത്തി നിൽക്കുന്നത് ഈ പേഴ്സൺ കുറച്ചും കൂടി ശാന്തമായിട്ടുള്ള എനർജിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് ആ പെട്ടെന്ന് ദേഷ്യം, കാരണം ക്ഷമ എന്താണെന്നുള്ളത് തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പഠിച്ചു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പഠിപ്പിച്ചു കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ബിക്കോസ് ക്ഷമ എന്താണെന്ന് പഠിച്ചു, അതുപോലെ ഈ പേഴ്സണ് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് പഠിച്ചു, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് പഠിച്ചു. ഈ പേഴ്സന്റെ ഈ ഒരു മോശപ്പെട്ട സ്വഭാവം കാരണം നിങ്ങൾ എത്രത്തോളം വേദനിച്ചിരുന്നു എന്നുള്ളതും ഈ പേഴ്സൺ മനസ്സിലാക്കി.
അങ്ങനെ പല ജീവിത പാഠങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ലിമിറ്റ്ലെസ്സിനെ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ ലിമിറ്റഡ് ആണ്, നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ്, നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിരുകളില്ല. ബിക്കോസ് എവിടെ പോയാലും നിങ്ങളുടെ ആ ഒരു മൂല്യം നിങ്ങളായിട്ട് കൂട്ടുകൂടി ആൾക്കാർ മനസ്സിലാക്കിയെടുക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റിവിറ്റിയാണ് വരുന്നത്. നിങ്ങളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയും നിങ്ങളെ തള്ളിപ്പറയില്ല. അതിപ്പോ അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ വ്യക്തി ആയിക്കോട്ടെ, ആദ്യം നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കില്ല. പക്ഷെ മുന്നോട്ട് പോകെ ഇവര് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും. അതാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആക്ച്വലി തേർഡ് പാർട്ടിയെ മതിയായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം? ദ അപ്രീസിയേഷൻ കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് യെസ്, ദ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തി ഒരു പ്യുവർ ലവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ തേർഡ് പാർട്ടിന് ഈ വ്യക്തി കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഈ വ്യക്തിക്ക് മതിയായി തുടങ്ങിയിട്ടുണ്ട് തേർഡ് പാർട്ടീനെ. ആ ഒരു എനർജി മതിയായിരിക്കുന്നു. കല്യാണം കഴിച്ചതാണെങ്കിൽ ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. ബിക്കോസ് അറിയാലോ, കല്യാണം എന്ന് പറയുന്നത് പെട്ടെന്ന് അത് നിർത്തി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നിങ്ങളെ ഇപ്പോൾ ഈ വ്യക്തി കാണുന്നത് ഒരു കിങ് അല്ലെങ്കിൽ ക്യൂനായിട്ടാണ് കാണുന്നത്. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് പയലിലെ. സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ സെക്കൻഡ് പയലിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പയൽ ദിസ് ചേഞ്ച് ഒരു വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ്. These are the spread that we got in this second pile. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഹൈഡ് ചെയ്യുന്നത്, നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്താണ്? സീരിയസ്ലി ഇവിടെ നമുക്ക് ശക്തമായിട്ട് നിൽക്കുന്നത് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചാലഞ്ചസ് ആണ്, സാമ്പത്തികമായിട്ടുള്ള. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് ഇത്തരം മെറ്റീരിയൽസ് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഈ പേഴ്സൺ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞതായിട്ട് കാണിക്കുന്നു. മേ ബി നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടാകണം, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചിട്ടുണ്ടാകണം. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അത് ആ വ്യക്തിയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത അവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പായി കുറച്ച് ഒന്ന് ആസ്വദിച്ച് വന്നപ്പോഴേക്കും ആയിരിക്കണം ഈ ഒരു ബ്രേക്കേജസ് സംഭവിച്ചത്, ഈ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ 10% പ്രോബ്ലംസ് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. ബാക്കി 90% പ്രോബ്ലംസ് ഈ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നിങ്ങളത് ശരിക്കും ഈ പേഴ്സണെ കുറിച്ച് അന്വേഷിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ശ്രമിക്കുക. ബിക്കോസ് ഇവിടെ നിസ്സാരമായിട്ടുള്ള പ്രോബ്ലംസ് അല്ല കാണുന്നത്, കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള. ഫസ്റ്റ് പയലിൽ നമുക്ക് അത്രയും ഇതായില്ല, പക്ഷെ സെക്കൻഡ് പയലിൽ നമുക്ക് കുറച്ചും കൂടി നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി സീക്രറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ട്രാവലിംഗ് എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. മേ ബി ഈ പേഴ്സൺ വേറെ സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് സൂര്യന്റെ എനർജി ഭയങ്കരമായിട്ട് ലൈറ്റ് ഹീലിംഗ് തെറാപ്പീസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രണയബന്ധം കൂളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്പെൽ വർക്കുകളോ പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം ആത്മാർത്ഥമുള്ളതാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും സ്പെൽസോ പ്രാർത്ഥനകളോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു പരിധിവരെ നിങ്ങളുടെ പ്രണയബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അധികം വിള്ളലുകൾ സൃഷ്ടിക്കാതെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഒരു മങ്ങിയ വെളിച്ചത്തിലാണ്, ഒരു ഇരുണ്ട വെളിച്ചത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ
സ്ട്രെങ്ത് നിങ്ങൾ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, സൂര്യോദയ പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ലവ് ജേണിയിലേക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വേണ്ടത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതായത് നിങ്ങൾ ഒരുപാട് ഈ പേഴ്സണെ ചേസ് ചെയ്തത് കൊണ്ടോ, ബിക്കോസ് നമ്മൾക്ക് ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ ഒരുപാട് നടന്നത് കൊണ്ടോ, മെസ്സേജ് ചെയ്തത് കൊണ്ടോ, ചേസ് ചെയ്തത് കൊണ്ടോ കാര്യമില്ല. ബിക്കോസ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള സമയം കൊടുക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ മെഡിറ്റേഷൻ ഫോമിലേക്ക് വരിക, പ്രാർത്ഥനകൾ ചെയ്യുക, പോസിറ്റീവായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത്. ഓവറായിട്ട് തിങ്കിങ് വേണ്ട. അമിതമായിട്ടുള്ള തിങ്കിങ് വിട്ടിട്ട് പേഷ്യൻസോട് കൂടി നിൽക്കുക, ക്ഷമയോട് കൂടി നിന്നിട്ട് നിങ്ങൾ ഇതിനെ വളരെ വിശ്വാസപൂർവം ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അതായത് ദൈവം കാണിച്ചു തന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചശക്തി കാണിച്ചു തരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഫ്രീ ആയിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുക. ആൻഡ് ഓൾസോ ഇവിടെ തേർഡ് പാർട്ടി എനർജി, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ്. അതായത് ഈ പേഴ്സണെ നിങ്ങൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അമിതമായിട്ട് കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറയാ, തെറ്റുകൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യായിരുന്നില്ല, അങ്ങനെ ചെയ്യായിരുന്നില്ലേ, ഇങ്ങനെ അമിതമായിട്ട് നിങ്ങൾ ഈ പേഴ്സണെ കുറ്റം പറയുന്ന രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റി വെക്കുക. ബിക്കോസ് അത് അത്ര നല്ല സ്വഭാവമായിട്ട് കാണിക്കുന്നില്ല. അത് ഈ പേഴ്സണെ കൂടുതൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകാനും ദൂരേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള സാധ്യതകളാണ് ഏറെയായിട്ട് കാണിക്കുന്നത്. സോ ഈ പേഴ്സൺ ഓൾറെഡി വഴിമുട്ടി നിൽക്കുകയാണ്. സോ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ മടി കൊണ്ടാണ് ഈ പേഴ്സൺ പറയാത്തത്. ബിക്കോസ് നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു പോകും എന്നുള്ള പേടി കാരണം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സന്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ പറയുമ്പം നിങ്ങൾക്ക് ഈ പേഴ്സണോട് മടുപ്പ് തോന്നി സ്റ്റോപ്പ് ചെയ്തു പോകുമോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഭയം, പേടി ഈ വ്യക്തിക്കുണ്ട്. സോ അതാണ് ഒരു പരിധിവരെ ഈ വ്യക്തി കാര്യങ്ങൾ പറയാത്തത്. സോ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നടക്കുന്നുണ്ട്, ചെറിയ രീതിയിലെങ്കിലും സംസാരങ്ങൾ നടക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ കുറ്റപ്പെടുത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും നിൽക്കാതെ സ്മൂത്തായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. കൂടുതൽ സംസാരത്തിലേക്ക് പോയി അത് വഷളാകുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പേഴ്സൺ ഒരിക്കലും ഡിസ്റ്റർബൻസ് ആകരുത്. നിങ്ങളൊരു ഡിസ്റ്റർബ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത് അങ്ങനെ തന്നെ പറയാം. പക്ഷെ അത് ഇഷ്ടം കാണിച്ചുകൊണ്ട് അവിടെ ഡിസ്റ്റർബൻസിലേക്ക്, ഓക്കെ ഞാൻ നിനക്ക് സപ്പോർട്ടുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സന്റെ തെറ്റുകൾ അമിതമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ബിക്കോസ് ഈ പേഴ്സന്റെ കഷ്ടകാലം കൊണ്ട് ഈ പേഴ്സൺ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. ഓക്കെ, അങ്ങനെയും അബദ്ധങ്ങൾ ഈ പേഴ്സന് പറ്റുന്നുണ്ട്. സോ ഈ പേഴ്സന് മുഴുവനും കുറ്റം പറയാനില്ല, സിറ്റുവേഷൻ ഇതാണ്. സോ അതിനനുസരിച്ച് പെരുമാറേണ്ടത് ഈ ടാരറ്റ് റീഡിംഗ് ഒക്കെ കാണുന്ന നിങ്ങളാണ്. ബിക്കോസ് നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഇനിയും കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ പേഴ്സന്റെ വീട്ടുകാരെ കുറിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സന്റെ അച്ഛനോ അമ്മയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യതയായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സന്റെ തലയിലായത്. സോ അവരെയും കൂടി കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ നിങ്ങൾ പറയാൻ നിൽക്കരുത്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, ഓക്കെ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി അവിടെ ഒരു മാന്യതയോട് കൂടി സമാധാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഇത് കൂടുതൽ വഷളമായിട്ടുള്ള രീതിയിലേക്ക് പോവത്തേ ഉള്ളൂ. ഓക്കെ, തേർഡ് പാർട്ടി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പിരിച്വൽ ആകാനായിട്ട്, സ്പിരിച്വൽ പ്രോസ്പെറിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആകാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറച്ചും കൂടി കൂടുതൽ അറിയാനായിട്ട് സാധിച്ചു. ഈ വ്യക്തിക്കാണെങ്കിൽ കൂടി നിങ്ങളെയും കുറച്ചുകൂടി നന്നായിട്ട് അറിയാനായിട്ട് സാധിച്ചു. ഇവിടെ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാത്ത പക്ഷം വേറൊരു വ്യക്തിയെ സ്നേഹിച്ചിട്ട് നിങ്ങളെ ചതിച്ചിട്ട് പോവുക, ആ ഒരു രീതിയൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ സത്യത്തിൽ ഒരു പാവമാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ പലവരും പറ്റിക്കുന്നുണ്ട്. അത് ഈ വ്യക്തി മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ചില സമയത്ത് ഈ വ്യക്തി ഒരു മണ്ടനെ പോലെ ആയി പോകുന്നുണ്ട്. അത് ഈ പേഴ്സണെ കുറ്റം പറയാൻ പറ്റില്ല.
ഈ പേഴ്സന്റെ നേച്ചർ അങ്ങനെയാണ്, ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കും. സോ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നത്, ആ ഒരു എനർജി. അപ്പൊ അതിന് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പറ്റിക്കല് നേരിടുന്നു, അതിലൂടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, വേറെ ആൾക്കാർ ഈ വ്യക്തിയെ മിസ്യൂസ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ എന്താണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ്, എന്ത് കാര്യത്തിനും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഈ പേഴ്സണെ സ്നേഹിക്കുന്ന ആർക്ക് വേണ്ടിയും ഈ വ്യക്തി ത്യജിക്കാൻ തയ്യാറാണ്, എന്ത് കാര്യവും ത്യജിക്കാൻ തയ്യാറാണ്. അത്രയും ഒരു പ്യുവർ ഹാർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അത് തന്നെയാണ് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് വന്നതും, അല്ലെങ്കിൽ എന്താണ്, ഒരു ദുഷ്ടന്റെ ഫലം ചെയ്തത് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ബട്ട് അത് കാലചക്രം അനുകൂലമാകുമ്പോൾ എല്ലാം ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വരും എന്ന് കാണിക്കുന്നു. ഈ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വ്യക്തി കരയുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി വിഷമിച്ചിരിക്കുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത വരികയാണ്, ഓക്കെ ഈ വ്യക്തി പാവണമെങ്കിൽ ഈ വ്യക്തി ഇരുന്ന് കരയുന്നതോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് ഭയങ്കര വിഷമമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതോ ഒക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം. സോ എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുപോകണം എന്നൊക്കെ ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊന്നും ഈ പേഴ്സൺ ഇപ്പോൾ സാധ്യമല്ല. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ ഈ പേഴ്സൺ പ്രത്യേകിച്ച് ഒന്നും ഒളിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും വന്ന് പരാതിപ്പെടാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല. ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എപ്പോഴും വന്ന് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാൻ, എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, ഇങ്ങനെ പറയാനായിട്ട് ഈ വ്യക്തിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വ്യക്തി മാക്സിമം ഹാപ്പി ആകാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ പേഴ്സണെ ഹാപ്പിനെസ്. അല്ലാതെ ഈ പേഴ്സണെ തൃപ്തിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ വേറെ ആർക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്നും മനസ്സിലാകുന്നത്. ബിക്കോസ് ലാസ്റ്റ് കാർഡ് ഷാഡോ ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമാണ്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സിമിലർ ആണ്, നിങ്ങൾ ഒരുപോലെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ പേഴ്സൺ പ്രവർത്തിച്ച് കാണിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ കോൾ വരിക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ബിക്കോസ് നിങ്ങൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ്, സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രണയബന്ധമായിട്ട് പറയുകയാണെങ്കിലും നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്ന കാർഡ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, അത് മാറട്ടെ, ചേഞ്ച് ആണ്, വ്യത്യാസം വരും, ഈ ഒരു അവസ്ഥയും മാറും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. സോ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.